വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ തദ്ദേശ പോരിൽ പോരാടിയ, അതിൽ വിജയിച്ചവരും മത്സരത്തിൽ പങ്കെടുത്തവരുമായ എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പോരാടിയത് ശക്തരായ രണ്ട് എതിരാളികളോടാണ്. അതിലുപരി രക്ഷയില്ല. അടുത്ത നിയമസഭയിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ കാരണം ഇന്ന് BJPക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഏതാണ്ട് ഒരേ സ്വരമാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് അദ്ദേഹം അതിനെ വീണ്ടും ന്യായീകരിച്ചിട്ടുണ്ട്. ഇരുപത്തിരണ്ട് മുസ്ലിങ്ങൾ വിജയിച്ചു, 12 വിജയിച്ച 22 മുസ്ലിങ്ങളും മുസ്ലിം ലീഗുകാരും BJPക്കാരുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ 23-ാം തീയതി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം സജി ചെറിയാനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിസ്സാരനാണ് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ മോഡി സജി ചെറിയാനെ ചിലപ്പോൾ അഭിനന്ദിക്കുമായിരിക്കും. കാരണം RSS പോലും പറയാത്ത വർഗീയതയാണ് പിണറായി സർക്കാരിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മന്ത്രി ഇവിടെ പ്രസ്താവന നടത്തിയത്. അപ്പോൾ എന്തുമാത്രം മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ 13-ാം തീയതി KPCCയുടെ രാപ്പകൽ സമരം നടക്കുന്ന സമരപ്പന്തലിലേക്കാണ് ദീർഘകാലം CPMൻ്റെ സഹയാത്രിയായിരുന്ന 15 വർഷം നിയമസഭാ അംഗമായിരുന്ന ശ്രീമതി ആയിഷ പോറ്റി അവർ വേദിയിലുണ്ട്. ഒരു 13-ാം തീയതി ഉച്ചയ്ക്ക് കോൺഗ്രസിൻ്റെ സമരപ്പന്തലിലേക്ക് വരികയും കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയും KPCC പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങുകയും ചെയ്തു. അന്ന് ഉച്ച മുതൽ ഇന്ന് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്വാൻമാരുടെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള പൊങ്കാലയായി. ആ പൊങ്കാലയിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് മുതൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി വരെ ഉണ്ടായിരുന്നു. അവരെ കുറ്റപ്പെടുത്താൻ, അവരെ വർഗവഞ്ചകി എന്ന് വിളിച്ചു. എന്നാൽ ഇന്നലെ ശ്രീമതി ആയിഷ പോറ്റിയോടൊപ്പം 15 വർഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബെഞ്ചിലിരുന്ന, അതിനു മുമ്പ് 5 വർഷം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ശ്രീ രാജേന്ദ്രൻ ഇന്നലെ BJPയിൽ ചേർന്നപ്പോൾ ഒരു CPMൻ്റെ നേതാവിൻ്റെയും ഒരു പ്രസ്താവനയും നമ്മളാരും കണ്ടില്ല, നമ്മളാരും പത്രത്തിലും വായിച്ചില്ല. കാരണം ഏതോ ഇടതു മുന്നണിയിലെ ഘടകകക്ഷികളിൽ ചേർന്ന പ്രതീതിയാണ് CPMൻ്റെ നേതാക്കന്മാർക്കുണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്. സജി ചെറിയാൻ്റെ പ്രസ്താവന മാത്രമല്ല, രാജേന്ദ്രൻ BJPയിൽ ചേർന്നതിനെ പോലും മൗനം പാലിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ കേരളത്തിലെ B ടീമായി മാറി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.
അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ കൂടിയ എൻ്റെ സഹപ്രവർത്തകരോട് ഒരു കാര്യം ഞാൻ പറയുന്നു. നമ്മളെല്ലാവരും ഒരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ആവേശത്തോടുകൂടെ SIR പ്രക്രിയയിൽ പങ്കുചേർന്നുകൊണ്ട് ആ പ്രക്രിയ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ആരെന്തൊക്കെ ചന്ദ്രഹാസം ഇളക്കിയാലും UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു വിഷയം SIR മാത്രമാണ്. നമുക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ മുഴുവൻ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് വരുത്താനും അതിനുവേണ്ടി വീട് വീടാന്തരം ഒരു ക്യാമ്പയിൻ പോലെ കടന്നു ചെന്നുകൊണ്ട് ആ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കഴിഞ്ഞാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. ഒരു കാര്യം ഞാൻ പറയാം, ആരൊക്കെ യോജിച്ചാലും ആരൊക്കെ വിയോജിച്ചാലും ശരി, കേരളത്തിലെ ജനങ്ങൾ സ്വർണം കട്ട കള്ളന്മാർക്ക് വോട്ട് ചെയ്യില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. മൂന്നാമതും പിണറായി വരുമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവരുടെ സ്വപ്നം അടുത്ത ഏപ്രിൽ മാസത്തോടെ പൊലിയും എന്നുള്ള കാര്യത്തിലും നമുക്കാർക്കും ഒരു സംശയവും വേണ്ട. ഇതൊന്നും കണ്ട് നമ്മളാരും ഭയപ്പെടുകയും വേണ്ട. കാരണം അത്രമാത്രം ജനങ്ങൾ വെറുത്ത സർക്കാരാണ് പിണറായി സർക്കാർ. എന്തിനധികം പറയുന്നു, ദൈവത്തിൻ്റെ സ്വർണം പോലും കട്ടവർ, ഈ നാട്ടിൽ ക്രമസമാധാനം തകർത്തവർ, സാധാരണക്കാരെ ദ്രോഹിച്ചവർ, സർക്കാർ ജീവനക്കാരെ പോലും വഞ്ചിച്ചവർ, അവർക്കാര് പറഞ്ഞാലും ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യണമെന്ന് പറയുന്ന വിദ്വാൻമാരുടെ അണികൾ പോലും സമ്മതിക്കാൻ പോകുന്നില്ല. എന്തിനധികം പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ അണികൾ പോലും ഒരു ഭരണമാറ്റം ഈ സംസ്ഥാനത്ത് ആഗ്രഹിക്കുമ്പോൾ അവരെ വെള്ളപൂശാൻ ആരും ശ്രമിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തി അങ്ങ് വഴിയാധാരമാക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളൊക്കെ അതിനെതിരെ ഒറ്റക്കെട്ടായി ഒരു ശബ്ദത്തിൽ അതിനെതിരെ ഞങ്ങൾ പോരാടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെ ഇവിടെ ആര് വിചാരിച്ചാലും ഒറ്റപ്പെടുത്താൻ കഴിയില്ല, അത് സാധ്യമല്ല. ഒറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ, ഈ മാസം ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി നമുക്ക് തിരിച്ചു വരണം. 10 വർഷത്തെ ദുർഭരണം എന്നേക്കുമായി ഇവിടെ അവസാനിപ്പിക്കണം. ജനങ്ങളെ വഞ്ചിച്ചവരെ, സ്വർണം കട്ടവരെ, മോഡിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നേറിയാൽ ആര് വിചാരിച്ചാലും നമ്മൾ ഒറ്റപ്പെടുത്താൻ കഴിയില്ല. മാത്രമല്ല, ഇവിടെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങൾ ഇത് ശ്വാസം മുട്ടുകയാണ്. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് രക്ഷയില്ല, പാവപ്പെട്ട ആശാ ജീവനക്കാർക്ക് രക്ഷയില്ല, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് രക്ഷയില്ല. ഇവിടെ ആകെ രക്ഷയുള്ളത് ജയിലിലെ തടവുകാർക്ക് മാത്രമാണ്. കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൂലി വർദ്ധിപ്പിച്ചത് തടവുകാർക്ക് മാത്രമാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു ദിവസം 620 രൂപയാണ്. കൊലക്കുറ്റം ചെയ്താൽ, മോഷണം നടത്തിയാൽ പിടിച്ചു പറിക്കുന്ന EP ജയരാജന്റെ ഭാഷയിലെ പാവങ്ങളായിട്ടുള്ള തടവുകാർക്ക് ഒരു ദിവസം 620 രൂപ. എന്നാൽ കോവിഡിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സാധാരണക്കാരുടെ വീടുകളിൽ കയറി ചെന്ന്
അവർക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ചു കൊടുത്ത പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് അതിൻ്റെ പകുതി പോലുമില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തടവുകാർ വേതനത്തിൻ്റെ പകുതി പോലുമില്ല. സർക്കാർ ജീവനക്കാരോട് പറഞ്ഞത് ക്ഷാമബത്ത നിങ്ങളുടെ അവകാശമല്ല, ഞങ്ങളുടെ ഔദാര്യമാണെന്നാണ്. ഇത് ഔദാര്യം എന്ന് പറയാൻ പിണറായിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന കാശുകൊണ്ടാണോ നിങ്ങൾ ഔദാര്യം നടത്തുന്നത്? ഇവിടെ കോവിഡ് ഉണ്ടായപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ ജനങ്ങൾ നൽകിയ സഹായ സഹകരണങ്ങൾ, ആ പണം സ്വരൂപിച്ച് കിറ്റായി ജനങ്ങളിൽ എത്തിച്ച് ഇത് ഞങ്ങൾ തന്നതാണെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ജയിച്ച 2021 ഇനി ഇവിടെ ആവർത്തിക്കാം എന്ന് സഖാക്കൾ കരുതണ്ട, പിണറായി വിജയൻ കരുതണ്ട. 26-ാം തീയതി മെയ് മാസത്തിൽ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ പിണറായിയുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകോട്ടയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ ദീർഘമായി മറ്റൊന്നും സൂചിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന നമ്മുടെ ദേശീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് ഇവിടെ കൂടിയ ഈ മഹാസമ്മേളനം നൽകേണ്ട ഒരു ഉറപ്പ് 26 മെയ് മാസത്തിൽ നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും കേരളം ഭരിക്കുക, അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാനൊരു വേദിയായി ഇന്നത്തെ സമ്മേളനത്തിന് മാറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും, അതിൽ വിജയിച്ചവരുണ്ടാവാം, ചിലർ തോറ്റവരുണ്ടാകാം, പക്ഷേ ഈ പോരാട്ടത്തിൽ പങ്കാളികളായി പാർട്ടിയുടെയും മുന്നണിയുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. നമ്മുടെ ഈ വലത് ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് പുറകിൽ സീറ്റുണ്ട്, അങ്ങോട്ടൊന്ന് മാറി നിൽക്കണം. മാത്രമല്ല നിങ്ങളിങ്ങനെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നതുകൊണ്ട് പുറകിലുള്ളവർക്ക് കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ദയവ് ചെയ്ത് ഒന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ നിൽക്കുന്ന ആളുകളൊന്ന് ദയവ് ചെയ്ത് അവിടെ നിന്ന് ഒന്ന് മാറണം. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, ലോക്സഭാ ചീഫ് വിപ്പ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്